അധ്യക്ഷന്മാരുടെ ഈ പറഞ്ഞ ബുക്ക് എടുത്ത് വാങ്ങിക്കുകയും അവരെ ആക്രമിക്കാൻ തുടങ്ങി. അത് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ സഭ്യമായിട്ട് മര്യാദിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവിടെയുള്ള വനിതയടക്കമുള്ള കൗൺസിലേഴ്സിനായിട്ട് അടിക്കുമ്പോൾ കണ്ടോണ്ടിരിക്കണം നമ്മള്. അവർക്ക് എന്ത് അഹങ്കാരം കാണിച്ചാലും വെള്ളം കോരി ഒഴിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ചെയ്ത് തെറ്റെന്താണ്? ആ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ നമ്മൾ ഒപ്പിട്ടു. അപ്പൊ നമ്മൾ ഒപ്പിട്ടാൽ കൗൺസിൽ പങ്കെടുക്കുന്ന അർത്ഥം ഇവർക്കത് ഒപ്പിടാതെ സ്ത്രീകളെ സംരക്ഷിക്കാനുള്ളതായിരുന്നു. അങ്ങനെ കണ്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ സ്ത്രീകളൊക്കെ ആൾക്കാർ അവർ അറ്റാക്ക് ചെയ്തേക്കാണ്. അവരുടെയൊക്കെ ആൺ പോയിന്റുകളുടെയൊക്കെ RSS അവിടെ കാണിക്കാം. ഇവിടെ കൗൺസിൽ കാണിക്കാൻ പറ്റത്തില്ല. UDF ആൾക്കാരോട് നമ്മൾ ഒപ്പിട്ട് തുടങ്ങി. കാരണം ഇവരെ ഒപ്പിടാതെ ബുദ്ധിപരമായി മാറ്റാൻ നോക്കുകയായിരുന്നു. നമ്മളപ്പം ഇന്ന് ഒപ്പിട്ടില്ലെങ്കിൽ ഈ കൗൺസിൽ ഇല്ലാന്നൊരു കോടതി ബാധിക്കും. അപ്പോൾ ഒപ്പിടാൻ വേണ്ടി നമ്മുടെ കൗൺസിലേഴ്സ് ഞാൻ അവിടെ ഒപ്പിട്ട് തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് പാഞ്ഞു വന്ന ചെമ്പരത്തി വിജയൻ കൗൺസിലേഴ്സിനെ കയറി പിടിക്കുകയും എല്ലാം കിട്ടാത്തതുകൊണ്ട് കൂടെയുള്ള വനിതകൾക്ക് ഇവർ ആക്രമിച്ചുകൊണ്ട് സഭ്യത കാണിക്കാൻ അവർക്ക് പറ്റത്തില്ല. അവർക്ക് ആരായാലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്നാണ്. ഇവരൊക്കെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്നാണ്. വിദ്യാഭ്യാസമില്ലാത്ത വെറും നികൃഷ്ട ജീവികളായിട്ടുള്ള അതിനോട് വേറെ ഞാൻ ശ്രദ്ധിച്ചോ. ഇവരുടെ പ്ലാൻ എന്ന് വെച്ചാൽ ആ മിനിറ്റ്സ് ബുക്ക് അതിന്റെ ഭാഗമായി അവർ കീറിക്കിടന്നു. അപ്പൊ ഇനി സുഗതർ കോടതി പോകുമ്പോൾ എളുപ്പമാണ്. ആ മിനിറ്റ്സ് ബുക്ക് ഇതിന്റെ ഭാഗമായി മിനിറ്റ്സ് ബുക്ക് കീറി കിടന്നിട്ടുണ്ട്. അപ്പൊ വളരെ ബുദ്ധിപരമായി മിനിറ്റ്സ് ബുക്ക് കീറി കിടന്ന് സുഗതനെ ഇറക്കാൻ ഇവിടെ അവിടെ കൊക്കിന് ജീവനുള്ളത് സുഗതന് വേണ്ടി അറ്റൻഡൻസ് ബുക്ക് ഒപ്പിടാതെ മാറ്റി വെച്ചിരുന്നു. നമ്മളത് കണ്ടുപിടിച്ച് അറ്റൻഡൻസ് നമ്മൾ മേയറാണ് സ്റ്റാർട്ട് ചെയ്തത്. സാധാരണ സഭ്യമായി സഭ കൊണ്ടുവരേണ്ട മേയർ ഇത് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അവിടെ എന്നിട്ട് ഞാൻ പറയാം ചെമ്പഴന്തി ഉദയം എന്ന് പറയുന്ന വേറെ വാക്കുകളുണ്ട് കൗൺസിലറാണ്. സ്ത്രീകൾ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ തെങ്ങന്മാരെ ഘടിപ്പിക്കുന്നത് അവരാണ് കൊച്ചു കുട്ടികളെ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത്. നിങ്ങൾ വീഡിയോ നോക്കും. മേയറാണിത് മൊത്തം ചെയ്തിരുന്നത്. വെള്ളം കൂടി പിന്നെ അവരുടെ ഈ ബീഹാറിലെ UP അഹങ്കാരം അവരുടെ ആൾക്കാർ അവരുടെ വീട്ടിൽ കാണിച്ചാണ്. ഇവിടെ UDF കൗൺസിലേഴ്സിന്റെ സ്ത്രീകളുടെയും കൗൺസിലേഴ്സും ബന്ധങ്ങളുടെ തട്ടാതെ പേടിക്കുന്നത് വിചാരിക്കണമെന്നും അവർക്ക് അവന്റെ വീട്ടിൽ കാണിച്ചാൽ അവന്റെ സംസ്കാരം അവനത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇവനൊക്കെ എങ്ങനെ സ്കൂളിൽ കൊണ്ടുപോയി ഇന്ന് മനഃപൂർവ്വം അജണ്ട പാസ്സാക്കാതെ നമ്മളത് കണ്ടുപിടിച്ച് വളരെ ബുദ്ധിപരമായി അറ്റൻഡൻസ് മാർക്ക് ചെയ്തപ്പോൾ ആ അറ്റൻഡൻസ് ബുക്ക് കൂടെ കീറണം. അപ്പൊ ഇവിടെ വഴക്കുണ്ടാക്കിയതിന്റെ ഭാഗമായി ആ വഴക്കിന്റെ അറ്റൻഡൻസ് ബുക്കും കീറിയിട്ടുണ്ട്. അപ്പൊ നാളെ കോടതിയിൽ പോയാൽ സുഗതൻ ഒപ്പിട്ടോ ഇന്ന് അറിയാൻ പറ്റുന്നില്ല. വളരെ ബുദ്ധിമുട്ടുള്ള പ്ലാനാണ്. അതൊന്നും ഈ നടക്കത്തൊന്നുമില്ല. ഉണ്ടായ സമയത്ത് വീട്ടിലാണ് പാർട്ടി ഓഫീസ്. ഇവിടെ കോൺഗ്രസ് ആയിട്ട് നമുക്ക് വരാൻ പറയണ്ടോ. അപ്പൊ ആളുകളായിരിക്കും. പക്ഷെ നമ്മുടെ മേറുള്ള ആൾക്കാർ ഇപ്പൊ പറയുന്നത് ഞാൻ പ്രലോഭനം ഞാൻ ആക്രമിച്ചില്ല. ഇത് വളരെ ബുദ്ധിപരമായിട്ടുള്ള പ്ലാനാണ്. ബഹുമാനപ്പെട്ട മേയറാണ് ആദ്യമേ വന്ന് സാധാരണ കൗൺസിലർ മേയർ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാൻ ഇതെന്താന്ന് വെച്ചാൽ ഇത് സംഭവിച്ചത് ഇന്ന് ബഹുമാനപ്പെട്ട മേയറിന്റെ BJPയുടെ ഒരു ആദ്യ ഇന്ന് ഇവിടെ കൗൺസിൽ രേഖപ്പെടുത്തുന്ന അവർ ചെയ്തത് അവർ ഓടി വന്ന് കൗൺസിൽ നടന്നതായി പ്രഖ്യാപിച്ച് കൗൺസിൽ ബുക്ക് ഒപ്പിട്ടില്ല. ഇത് മനസ്സിലാക്കിയ UDF അംഗങ്ങൾ കൗൺസിൽ ബുക്ക് ഒപ്പിട്ടപ്പോൾ പ്രകോപകരെ ഓടി വന്ന് ചെമ്പഴന്തി ഇതേ നമ്മൾ തേർഡ് റേറ്റ് അവന് കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്നതാണ്. ഞാനടക്കമുള്ള ആൾക്കാർ വനിതാ കൗൺസിൽ അവരുടെ പ്ലാൻ സുഗതനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഒപ്പിട്ടാൽ അവരുടെ കാര്യം മനസ്സിലാക്കി. എന്നിട്ട് വനിതകളായിട്ടുള്ള ആൾക്കാരുടെ അസഭ്യം അവർക്ക് അതിന് വീട്ടിൽ കാണിക്കാം. അവരുടെ ആ സംസ്കാരം ഇവിടെ നമ്മളോട് കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ പെങ്ങന്മാർക്ക് നമ്മളുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യമായിട്ട് അവരുടെ വീട്ടിൽ ഇരുന്നോണം, പാർട്ടി ഓഫീസിൽ ശാഖയിൽ ഇരുന്നോണം. ഇവിടെ വന്ന് നമ്മുടെ പെങ്ങന്മാരെ അടിക്കാൻ വന്നാൽ ഒരു പിടിക്കാൻ വന്നാൽ അത് എല്ലാവരും നിയമമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ കൂടി ഒരു കൗൺസിൽ യോഗം കൂടിയാൽ അവിടെയുള്ള കൗൺസിലർമാർക്ക് ആ അറ്റൻഡൻസ് ബുക്കിൽ ഒപ്പിട്ട് അങ്ങനെ രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്. ആ
അവകാശമാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ മര്യാദയ്ക്ക് അറ്റൻഡൻസ് ബുക്ക് എടുത്തു. സബ്സ്റ്റന്റ് എന്താ പറഞ്ഞത്? UDF കൗൺസിലർമാർ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യുന്നു, അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നു. അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ അനുദാന്റെയും ബാക്കിയുള്ള നമ്മൾ എല്ലാവരും പോകുമ്പോൾ അവർ വന്ന് ചെമ്പഴന്തി ഉദയൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് അറ്റൻഡൻസ് ബുക്ക് ബലാത്കാരമായി പിടിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അറ്റൻഡൻസ് ബുക്ക് നഗരസഭയുടെ ഒഫീഷ്യൽ അറ്റൻഡൻസ് ബുക്ക് ബലാത്കാരമായി പിടിച്ചു വാങ്ങേണ്ട ഒന്നാണോ എന്നത് ഒരു ചോദ്യം. അങ്ങനെ പിടിച്ചു വാങ്ങേണ്ട ആവശ്യം തന്നെ എന്താണ്? രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ കൂടുതൽ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ അവരുടെ വസ്ത്രങ്ങളിൽ കയറി പിടിക്കുക, വസ്ത്രങ്ങൾ വലിച്ചു കീറുക തുടങ്ങിയുള്ള കാര്യങ്ങൾ. ഞങ്ങളുടെ മുഖത്ത് എന്റെ മുഖത്ത് ഉൾപ്പെടെ ചൂടുവെള്ളം ഗ്ലാസ്സിൽ ചൂടുവെള്ളം ഉൾപ്പെടെ BJP പ്രവർത്തകർ മുഖത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യം, തുടരാൻ വരാത്ത ഒരു കൗൺസിൽ ബാക്കിയുള്ള കൗൺസിലർമാരും ഉൾപ്പെടണ്ടേ, ബാക്കിയുള്ളവരാരും അറ്റൻഡൻസ് രേഖപ്പെടുത്തണ്ടേ എന്നുള്ളത് മാത്രമല്ല അറ്റൻഡൻസ് ബുക്ക് കീറിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് കോടതി പോകുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായി. രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സുഗതനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ അറ്റൻഡൻസ് ബുക്കിന്റെ കാര്യങ്ങൾ ഇവിടെ അവർ ചർച്ച ചെയ്ത് മനഃപൂർവ്വം കാരണം എല്ലാവരും അറ്റൻഡൻസ് ബുക്കിൽ രജിസ്റ്റർ ചെയ്ത് വരുന്നതിന് മുമ്പ് കൗൺസിൽ പിരിച്ചു വിടണം. അപ്പൊ ആരും അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യില്ല എന്നുള്ളത് അവർ ചർച്ച ചെയ്ത് വന്ന കാര്യം തന്നെയാണ് അവരിപ്പോ നടപ്പിലാക്കുന്നത്. അജണ്ട ഇവിടെ ചർച്ച ചെയ്താൽ സ്വന്തമായിട്ടല്ലേ പാസ്സാക്കിയിട്ട് ഇത്തരം വിഷയങ്ങൾ അജണ്ടയാണ് വെറുതെ അജണ്ട ബുക്ക് കണ്ടില്ലേ? പരം വിഷയങ്ങൾ അജണ്ടയാണ് വെറുതെ മേയർക്ക് പാസ്സാക്കിയിട്ടുണ്ട്. നഗരസഭയെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും വിഷയങ്ങൾ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും വിഷയങ്ങൾ വരുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഒരു നഗരസഭ മേയർ പാസ്സാക്കി പോകേണ്ടതാണോ എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാറുള്ളത്. മാത്രമല്ല സുഗതനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് തികച്ചും സുഗതൻ എന്ന് പറയുന്ന കൗൺസിലറെ കോൺട്രാക്ടേഴ്സിൽ ഇപ്പോൾ ബലാത്കാരമായി ഞങ്ങളുടെ കയ്യിൽ അറ്റൻഡൻസ് ബുക്ക് രജിസ്റ്റർ പിടിച്ചുകൊണ്ട് പോകാൻ ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് മേയർ ചുമതലപ്പെടുത്തിയതെന്ന് ഞങ്ങൾക്കറിയാം. ഇത് സംബന്ധിച്ച് പരാതി എന്തെങ്കിലും നൽകുന്നുണ്ടോ? പാർട്ടിയുമായി ആലോചിച്ച് പാർലമെന്ററി കൗൺസിലിൽ അതുപോലെ ഇതിലെല്ലാം സൂതന്മാരാണ്. അത്രയും BJP കൗൺസിലർമാർ മുഴുവൻ സൂതന്മാരായിട്ട് മാറിയിരിക്കുകയാണ്.